2024-2025 മാറിയ SCERT ആണ്. അതിൽ 5ാം ക്ലാസ്സിലെ ഭാഗം 1 അടിസ്ഥാന ശാസ്ത്രം. അതിൽ 1ാമത്തെ ചാപ്റ്റർ വന്നിട്ട് ഒറ്റയല്ലൊരു ജീവിയും എന്നാണ്. അതിലെ 1ാമത്തെ പോയിന്റ് വന്നിട്ട് എന്താണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത് ഇവിടെ ഒരു ബോക്സിൽ ജീവികളും ആഹാരവും എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ജീവികളിൽ സ്രാവുണ്ട്, അതിൻ്റെ ആഹാരമാണ് കണവ, മീനുകൾ, കടലാമ. ഇനി മത്തി ജീവിയായിട്ടെടുത്താൽ അതിന് ആഹാരമാണ് ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമയെ ജീവിയായിട്ടെടുത്താൽ സസ്യഭാഗങ്ങളുണ്ട്, മീനുകളെ ഭക്ഷിക്കുന്നുണ്ട്. ചെറുമീനുകളുടെ ആഹാരമാണ് പ്ലവകങ്ങൾ. ഇനി എന്താണ് പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണിവർ. ഇനി അടുത്ത പോയിന്റ് വന്നിട്ട് ഇതിനടുത്ത് ആഹാര കാർഡ് എന്ന് പറഞ്ഞ് 2 ജീവികളെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1ാമത്തെ ജീവി കാക്കയാണ്. അതിന് ആഹാരം ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. മറ്റൊരു ജീവി ആടാണ്. ആടിന് ആഹാരമാണ് പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇനി എന്തുകൊണ്ട് കടുവാ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനും സംരക്ഷിക്കപ്പെടുന്നു. ഇനി അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശി മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് എന്താണ് ആഹാര ശൃംഖല. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആഹാര ശൃംഖലാജാലത്തിലെ ആഹാര ശൃംഖലാജാലം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. അതിനെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പോൾ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചെടിയുണ്ട്. ആ ചെടീനെ പുഴു കഴിക്കും, പുഴുവിനെ എന്ത് കഴിക്കും? കോഴി കഴിക്കും, കോഴീനെ കുറുക്കൻ കഴിക്കും, ദെൻ കുറുക്കനെ കഴുകൻ കഴിക്കും. അങ്ങനെ ആ ഒരു ഒറ്റ ശ്രേണി, ആ ഒരു ശ്രേണിനെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ. അത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അതിനെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഇലകളിൽ അടങ്ങിയിട്ടുള്ള ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഇതിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഞാനിതിൽ അനാവശ്യമായുള്ള പോയിൻറ്റ്സൊക്കെ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ദെൻ ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അപ്പം ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് പ്രകാശ സംശ്ലേഷണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകത്തെയാണ് നമ്മൾ ഹരിതകം എന്ന് പറയുന്നത്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഇനി നിറം, വർണ്ണകം, അങ്ങനെ അതായത് ഈ സസ്യങ്ങളിൽ നിറം നൽകുന്ന വർണ്ണകങ്ങളും അതിൻ്റെ നിറവുമാണ് ഈ ഒരു ബോക്സിൽ. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ്.
ഓറഞ്ച് നിറം നൽകുന്നത് കെരോട്ടിൻ എന്ന വർണ്ണകമാണ്. മഞ്ഞ നിറം നൽകുന്നത് സെൻഡോഫിൻ എന്ന വർണ്ണകമാണ്. ഇനി സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്കും പ്രവേശിക്കുന്നത്. ജീവജാലങ്ങളും അതുപോലെ സസ്യങ്ങളും ഓക്സിജൻ സ്വീകരിച്ചതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. എന്നാൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് എന്താണ് മൈക്രോസ്കോപ്പ്? കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളെ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിന് ഇലകളിലുള്ള ഭാഗത്തെയാണ് സ്റ്റൊമാറ്റോ എന്ന് അറിയപ്പെടുന്നത്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റോ. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഇനി ഇവിടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഒരു ഘട്ടങ്ങളാണ് പകൽ സമയം, രാത്രി. അത് ആ ഒരു പിക്ചറൈസേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് എപ്പിഫൈറ്റുകൾ? ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രം ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എപ്പിഫൈറ്റുകൾ എന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് മാത്രം ഒരു ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. അതിന് ഉദാഹരണമാണ് മരവാഴയും ഓർക്കിഡും. ഇനി അടുത്ത് എന്താണ് അർദ്ധപരാദങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്തതിന് ശേഷം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് അർദ്ധപരാദങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. ഇനി അടുത്ത് എന്താണ് പൂർണ്ണപരാദങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പൂർണ്ണപരാദങ്ങളിൽ ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകങ്ങളെല്ലാം നേരിട്ട് വലിച്ചെടുക്കുകയാണ്, സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. അങ്ങനെയുള്ള മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്ററാണ്, രണ്ടാമത്തെ ചാപ്റ്റർ